ഹൈ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളെ ബർത്ത്ഡേൻ്റെ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ബലൂണൊക്കെ വീർപ്പിച്ച് ആര് ചിരിച്ചിട്ട് പോയിക്കൂ. അപ്പൂസേ എന്ത് ജിങ്ങനെ അപ്പൊ കണ്ടോ നല്ല ചെരുപ്പൊക്കെ ഇട്ട് ശുന്തിരിക്കണല്ലോ. ഞാൻ അപ്പെടുക്കും കേട്ടോ. ഇതാ ആർക്ക് ഈ ബലൂണൊക്കെ വീർപ്പിച്ച് വെച്ചിക്കണ്. അപ്പൊ ഞങ്ങൾ എന്താ പറയാ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാൻ നിക്കാണ്. യെസ്. അപ്പൊ ഇത് ദിലുവിന്റെ ഫ്രണ്ട്സ്, ഇത് ഒരാളിയം. അപ്പോ ഞങ്ങൾ ഇതാണ് നേരെ വണ്ടൂർക്ക് പോവാണ് ഫോട്ടോ ഷൂട്ടിന് വേണ്ടിയുണ്ട്. കോട്ടയ്ക്ക് കൊടുത്തോളൂ, മഴ തന്നെ സ്വീപ്പോ. അപ്പോ വണ്ടികൾ 2 അപ്പൊ എങ്ങനെ പോവുക നമ്മളൊക്കെ പാടെ കൂടി? എത്ര ഉണ്ട്? കൊള്ളിച്ചല്ല തട്ടണ്. അപ്പോ എനിക്കെന്താ പറയല്ലേ, എന്റെ ബർത്ത്ഡേ അല്ലേ ഇന്ന്, എന്താ പറയാനുള്ളത്? നമ്മള് വളരെ വളരെ ഹാപ്പിയിലാണ് അല്ലേ? പോയാ മതി. അപ്പൊ കാഴ്ച തന്നെ പന്തലിന്റെ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ചോറിന് ചൂള് അതൊക്കെ ഞങ്ങൾ ഇനി വണ്ടൂർ പോയി വന്നിട്ടാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ കുറെ സെറ്റ് ചെയ്യാണ്ട് കുറെ സംഭവം മറന്നിക്കണ്. അപ്പൊ ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുള്ളൂ നമുക്ക് ഇനി എന്താ വേണ്ടത്, എന്തൊക്കെ സാധനം ഇവിടെ ഒരുക്കാണ്ടെന്നുള്ളതൊക്കെ നമുക്ക് എന്താ പറയുക ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഓരോ പണി എടുക്കുമ്പോഴും അറിയാം. അപ്പോൾ ഞങ്ങൾ ഇനി നേരെ പോയിട്ട് വേഗം പോയിട്ട് ഫോട്ടോഷൂട്ട് എടുത്തുകൊണ്ട് ഞാൻ ഇൻഷാ അല്ലാഹ് ഇവിടെ നല്ല പരിപാടികളൊക്കെ സെറ്റ് ചെയ്യാണ്ട്. പിന്നെ എന്താ പറയുക, നമ്മൾ പറഞ്ഞല്ലോ 6 മണി മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ടാണ് കേക്ക് മുറിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പേ നമുക്ക് ഇവിടെ പന്തൽ സെറ്റ് ചെയ്യാണ്ട്, അതുപോലെ തന്നെ ടേബിൾ സെറ്റ് ചെയ്യാണ്ട്, അതേമാതിരി ഡെക്കറേഷൻ സെറ്റ് ചെയ്യാണ്ട്, അങ്ങനെ ഒരുപാട് പണി ഇനിയും കിടക്കുകയാണ്. കാരണം നമ്മൾ കടയിൽ നിന്ന് ഞാൻ ഉച്ചയ്ക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ ലേറ്റായി പോയി. അപ്പോൾ എന്താണ്ടോ ഇത് മാറ്റുന്നുള്ളൂ. ഞാൻ തിരുവാലിക്കൊരു സാധനം ഞാൻ ഇവിടെ സാധനം വാങ്ങാൻ പോയപ്പോൾ ചെത്ത് പറഞ്ഞത് ഓക്ക് അങ്ങനെയൊന്നുമല്ല. ഞാൻ ഇവിടെ മാറ്റി നിൽക്കുകയാണ്, ഇച്ച് പോയിട്ട് പണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചതിട്ട് ഞാൻ മാറ്റി കഴിച്ചോ. ഞാൻ മാറ്റി കഴിഞ്ഞിട്ടും ഓളെ മാറ്റിൽ കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ കണ്ടോ ഫുള്ള് പോലെ ഞാൻ വന്നപ്പോൾ ബലൂണൊക്കെ വീർപ്പിച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് എന്താണ് ഈ കാലുമ സെറ്റ് ചെയ്യണം. എൻ്റെ കാഴ്ച ഇതാണ്. ഞങ്ങൾ ഇതാണ് ഫോട്ടോഷൂട്ടിന് വേണ്ടിയാണ്ട് ഇറങ്ങിയില്ലേ. ഓള് ഡ്രസ്സൊക്കെ കടിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങൾ നല്ല ഡ്രസ് കോഡിലൊക്കെയാണ് അപ്പൂസും പപ്പിയും മമ്മിയൊക്കെ അല്ലേ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാം. ബലൂണൊക്കെ പൊട്ടുന്നതാ. ബലൂണൊക്കെ ഒട്ടും എന്നാ വേഗം പോയി പോരാ, അപ്പോൾ ഇതിനൊക്കെ പൊട്ടുന്ന അപ്പോൾ അല്ലേ. അപ്പോൾ ഞങ്ങൾ വണ്ടി കയറി പോവാ. അപ്പോൾ കാഴ്ച നമ്മൾ ടൗൺ സ്കൂളിൽ എത്തിക്കാണ്. ഫുള്ള് ഫോട്ടോത്തിലാണ്. അപ്പൂസേ ചിരിച്ച ഫോട്ടോക്ക് ഒരു പോസ്റ്റിങ്ങും ഇല്ല, ഭയങ്കര ജാടായിട്ട് നിൽക്കുകയാണ് അപ്പൂസ്. അപ്പൂസിന്റെ ഇടയാണ് അയച്ചു വേണ്ട ഇതൊക്കെ വേണ്ടല്ലോ. ഫോണ് അതിൻ്റെ എത്തിയാൻ തന്നില്ലല്ലോ. ആകെ ഉണ്ട് അപ്പൂസെ ഫോട്ടോയിൽ ചിരിച്ചണം. ചിരിച്ചൂല അപ്പൂസിനറി. അപ്പോൾ ഗായ്സ് ഇവിടെ വീഡിയോക്ക് ഷോർട്ട് വേഗം നോക്ക്. മഴ ചെയ്യുമ്പോഴത്തേന് ഗായ്സ് മഴ ചെയ്തോണ്ടിരിക്കാണ്. അപ്പോ ഗായ്സ് അപ്പം മെയിൻ ടീം എത്തിക്കുന്നത്. ഞാൻ ചീത്ത പറഞ്ഞോളാ ഇപ്പളാ വരുന്ന വെച്ച് നോക്കേ. അപ്പൂസേ ഇതൊക്കെ ആരാ വന്നിക്കണത്? നിങ്ങൾ പുതിയ വന്നല്ലേ, അപ്പൊ നിങ്ങൾക്ക് ചിറിയുണ്ടോ? കുറച്ചു നേരം കേട്ടോ, പിന്നെ ഉണ്ടാവില്ല അല്ലേ. അപ്പൂസേ ചിരിച്ചോടുത്താ എന്താണ് ഗൈസ് കുറെ നേരമായി ഞാൻ ടോർച്ചർ ചെയ്യുന്നുണ്ട്. വീഡിയോ എടുക്കണം എന്നാലും നമ്മള് ഇനി ആക്ടിങ്ങിലേക്ക് കടക്കാൻ പോവാണ്. എന്നാൽ റെഡിയാണോ? സെറ്റല്ലേ? ഞങ്ങളെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ ഒരാൾ നല്ല ചൂടെടുക്കുന്നുണ്ട്. അപ്പൂസ് എന്താണ്? അപ്പൊ ഇനി കഴിച്ച് ഞങ്ങൾ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാണ്. ഇവിടുത്തെ കഴിഞ്ഞ് കുറെ സാധനങ്ങളുണ്ട്. ഇനി ഇവിടെ നേരെ എന്ത് ചെയ്യും, നമ്മള് നേരെ ഓട്ടോറിക്ഷ കയറ്റി വിടുകയാണ്. ഞാൻ എന്ത് ചെയ്യും, കാറ് മൂഞ്ചി പോയി, അത് വേറെ കേസ്. അപ്പൊ കാശ് ഞങ്ങൾ ഇനി നേരെ എന്ത് ചെയ്യും, കേക്ക് വില പറഞ്ഞു ഞാൻ കേക്കും. അതിൽ നിങ്ങൾക്ക് കേക്ക് ഞാൻ ഓട്ടോറിക്ഷ കൊടുന്ന് തന്നാലോ?
ഞാൻ കേക്ക് ഞാൻ കൊടുത്തോണ്ടിരുന്ന എന്നാ വരും പോവാ. ഗൈസ് നല്ല ലുക്ക് കളിച്ചോളി. അപ്പോൾ ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പൂസിന് ചളി കളിച്ചണോ? വാവ്, ഞാൻ കളിച്ചു. നിനക്ക് അപ്പൂസിന് വലത്ത് കളിച്ചണോ? അങ്ങനെയാണ് ഗൈസ്. അപ്പൂസിന് ഇഷ്ടമായി. അപ്പൂസ് പോണോ? അത് പോവല്ല. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി താഴത്തേക്ക് എത്തി അല്ലേ. അപ്പൂസിന് പോകണം, വേറെ എങ്ങോട്ടും പോകണ്ട. നമുക്ക് മാത്രം പോയാൽ മതി. നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് അപ്പം നമ്മൾ കേക്ക് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാങ്ങാൻ വേണ്ടി നമ്മളിതാ ഐസാൻബർഗിൽ എത്തിയേക്കാണ്. നമ്മൾ വണ്ടൂർ ബൈപ്പാസ് റോട്ടുമ്മേ ഐസാൻബർഗിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ കേക്ക് ഇവിടെ നമ്മൾ ഓർഡർ ചെയ്ത് 2 കേക്ക് ഓർഡർ ആക്കി. അപ്പോൾ അത് ഫുൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ നേരെ പോയോട്ടെ. അപ്പോൾ ഗൈസ് ഞങ്ങളിതാ വണ്ടൂരിൽ നിന്ന് ലാസ്റ്റ് കാർ കിട്ടിയില്ല അതിലോ. പക്ഷെ എന്താ കാര്യം, പോകണില്ലല്ലോ വണ്ടി, ഫുൾ ബ്ലോക്കാണ്. കേക്കൊക്കെ വാങ്ങി സെറ്റാക്കി ഇനി വെച്ചിട്ടുണ്ട്. നമ്മൾ പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ പോകണം. ഞങ്ങൾ ടൈം എത്ര മണിക്ക് കേക്ക് കുറിച്ച് പറഞ്ഞാൽ വാങ്ങും. ഇവിടെ മിക്കവാറും നമ്മൾ നടുവത്തെത്ത് പതിന് വാങ്ങി കൊടുക്കും. സ്വാഭാവികം കേക്ക് മുറിച്ച ടൈമിന് മാറ്റും, അത്രേ ഉള്ളൂ. കറക്റ്റ് മിക്കവാറും കേക്ക് മുറിച്ച ആള് ഉറങ്ങും. അതപ്പോ ഉണ്ടാകാൻ പോണ ഇവിടെ ഇരുന്നുണ്ട് വലന്റെ ഉള്ളിൽ ഇരിക്കണ്ട്. അവിടെ കൊടുത്തിട്ട് ബലൂണുണ്ട്, ഞാൻ കൊണ്ടുവരാം. വലുതാണ് ഈ കട്ടനെ കട്ടി ക്യാമറ വേണം. അവിടെ കൊടുക്കണ്ടല്ലോ, ഇവിടെ കൊടുത്തോ. കൊടുത്തു ഭംഗിണ്ടാവോ? ഇവിടെ ചെറുത് കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു അവിടെ മറ്റേ കൊടുക്കാം, വൈറ്റ് കൊടുക്കണം. അല്ലെ വേണ്ട, ആ കൊടുക്കാം, എന്നിട്ട് വൈറ്റ് കൊടുക്കാം. ഞാൻ ആന്റെ വർത്തനക്ക് ഇങ്ങനെ ആക്കിയില്ലേ വൈകിട്ട് ഞാൻ ആ റൂമായിട്ട് അലങ്കരിച്ചിട്ട് പടച്ചോനെ. വന്നതേക്കാരല്ലേ അലങ്കരിച്ചോണ്ടി സർപ്രൈസ് ഞാൻ ആറ് വെച്ചിട്ടോ. ഇനി കുഞ്ഞു ടീച്ചർ പറഞ്ഞാലും ഞാൻ അത് ഊരിക്കണ്, അത് മറ്റോള് ഊരിക്കണ്, അയറ്റോള് ഊരിക്കണ്, എന്തൊക്കെ കാട്ടിക്കണ്. ഗൈസ് ഇതാണ് അപ്പൂസിന്റെ ബർത്ത്ഡേ. ഇനി എങ്ങനെ കയറോളൂ. അപ്പൊ ഇതാണ് സെറ്റപ്പ്. ഇനിയുള്ള എന്താ ചെയ്യാറിയോ, നീ ഇങ്ങനെ ഗ്യാപ്പില്ലാതെ വെച്ചിട്ട് വേണമെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ കേട്ടോ കൊടുക്കാന്. അത് രണ്ടാക്കി വെക്കണോ? ഹാപ്പി സ്റ്റിച്ച് കണ്ടു ഇതെല്ലാം കൂടി രണ്ടുകൂടി കൊള്ളൂലേ? വേറെ ഒന്നും പറ്റിയില്ലല്ലോ. ഹാപ്പി വേറെയും ബർത്ത്ഡേ വേറെ ഇടേണ്ടി വരും. ബർത്ത്ഡേ നിങ്ങൾ തൂക്കേണ്ടി വരും. ഹാപ്പി വേറെ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഹാപ്പിക്ക് ഇതുണ്ടാവും, അതിന്റെ സാധനം ഉണ്ടാവും. അപ്പൊ സെറ്റ് ആയിക്കണേ. ഞാൻ പുറത്ത് വന്നപ്പോ ഇതിനൊക്കെ റെഡി ആയില്ലേ? ഇതല്ലേ ഇതിവിടെ വിരിച്ചാനോ? ഇത് വിരിക്കണ്ട, ഇത് ഇരിക്കണ്ടേ? ഇത് മതിയായി. ഇനി കൊടുക്കാം.
കേക്ക് കൂടെയൊക്കെ കഴിഞ്ഞ് ഫുള്ള് കഴിഞ്ഞിന് ഇനി ഫുഡ് കഴിക്കലിലേക്ക് നിൽക്കണ്. ഈ ചങ്ങായിമാരൊക്കെ എപ്പെങ്ങാനും വിളിച്ചിരിക്കണോ വരുന്ന ടൈമാണ്. കേക്ക് കട്ട് ചെയ്ത് പകുതിയായി കഴിഞ്ഞിട്ടും അതുകൊണ്ട് കാര്യമല്ല. പരിപാടിയിൽ പങ്കെടുക്ക പിന്നെ ഞാൻ ഫോട്ടോ എടുക്കാൻ പോയതല്ലേ. റോനജു വാ പറഞ്ഞാണ്ട് എനിക്ക് വിളിച്ചില്ലേ. അപ്പൊ പറഞ്ഞത് 5 മിനിറ്റ് കൊണ്ട് എത്തുന്നതാണ്. വിളിച്ചാണ്ടല്ലോ ശരിയാണ്. മനസ്സിലായി. അവിടെ ഞാൻ നേരത്തെ വിളിച്ചത്. ബോഡി ഗാർഡ്സിന് തപ്പിന്, ബോഡി ഗാർഡ്സിന് കിട്ടിയില്ല. ഞങ്ങൾ തന്നെ വരേണ്ടി വന്നു. ഓനെ എനിക്ക് കാളിയാ വെക്കണേ. ഓന് അതിനൊരു പണിയില്ല. പക്ഷെ എന്നെ കിട്ടൂല. അതങ്ങനെ ഒരു സാധനം പറഞ്ഞില്ലേ. എനിക്ക് ബീഫ് ചിക്കൻ തന്നാൻ പറ്റല്ലോ. ബീഫ് യൂറിക് ആസിഡ് എനിക്ക്. ഇത്രയും എക്സ്പീരിയൻസ് ഇങ്ങോട്ട് ഫുഡ് കഴിച്ചാൽ ആദ്യമായിട്ട് കാണും. കറണ്ട് പോയി, ആകെ മൂഞ്ചി പോയി ഗൈസ്. പരിപാടിയൊക്കെ കഴിഞ്ഞ് പന്തലൊക്കെ കഴിച്ച് ഫുൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിവിടെ പേപ്പറും കാര്യങ്ങളും ഉണ്ട്, ക്ലീൻ ആക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കാഴ്ച എല്ലാം അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് എല്ലാം കഴിഞ്ഞ് പന്തലൊക്കെ കഴിച്ച് ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കണ്. ഒക്കെ റെഡിയാണ്. ഇനി നമ്മളെ പരിപാടി എന്താ വെച്ചാൽ ക്ലീൻ ആക്കണം. അതിന് നമ്മൾ അളിയനെ കൊടുക്കുന്നതാണ്. അളിയൻ ക്ലീൻ ആക്കുന്ന പറഞ്ഞത്. അളിയൻ പടത്തിന് പോകാൻ നിൽക്കാന്ന് പറഞ്ഞത്. ഇതോ പടത്തിന് പോകണം. ഇത് പടമല്ലാതെ ഇവിടെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ബാക്കി പരിപാടിയാണ്. അപ്പോൾ ഗായ്സ് അങ്ങനെ പറഞ്ഞ മാതിരി അപ്പോൾ നമ്മളെ അപ്പൂസിൻ്റെ ബർത്ത്ഡേ എത്തി. ലൈവ് ഉണ്ട്. ലൈവ് എല്ലാവർക്കും നന്ദി. അപ്പോൾ നമ്മള് അതെ ഗായ്സ് നമുക്ക് ചെറിയ ഫോൾട്ട് പറ്റി. കാരണം ടൈം നല്ല ലേറ്റ് ആയി ലൈവ് പറഞ്ഞത്. പക്ഷെ നമ്മള് എന്താ പറയാ ലൈവ് പോയത് 8 മണിക്ക്. അതാണ് സംഭവം. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കുറേ ലേറ്റ് ആയി പോയി ഗായ്സ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് അപ്പൂസിന് വേണ്ടി കണ്ട് ദുആക്കുക. അതെ. അല്ലേ? അപ്പോൾ ഇനി അടുത്ത വീഡിയോ നാളെ ഇൻഷാല്ലാ വരുന്നുള്ളൂ. കാരണം നമ്മൾ ആരോടും ഗിഫ്റ്റും അതെ നമ്മൾ ആരോടും ഒന്നും കൊണ്ടുവരണ്ടായിരുന്നു. ഒരു പരിപാടി നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. അതിന് വേണ്ടി അത് മാത്രം ഉണ്ടാക്കിയ പരിപാടിയാണ്. ബർത്ത്ഡേ മാത്രമല്ല, ഇതിന്റെ ഒപ്പം എന്താ വെച്ചാല് ഞങ്ങൾ ഒരു പരിപാടി അപ്പൂസിന് ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ ഒക്കെ ഇതിലുള്ള ഒതുങ്ങിക്കോട്ടെ. ഒതുക്കിയേക്കാണ് ഇതില്. അങ്ങനെയാണ്. അപ്പൊ ഇനി ആ കൊറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് എന്താ അറിയില്ല. ഇൻഷാല്ലാ നാളെ നമ്മളെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ടെല്ലാം പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ ഇനി ഞങ്ങൾ പോയിട്ട് ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ടാണ്. ടൈം എത്രയായി? 11 മണി. ഉറക്കൊക്കെ വരുന്നുണ്ട്. അപ്പൂസൊക്കെ ഉറങ്ങി കഴിഞ്ഞ് ഇനി നമ്മള് ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ. ടാറ്റ ബൈ ബൈ. ഒരു ടാറ്റ കൊടുത്താണ്. ടാറ്റ.